നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വലിയൊരു ശ്രീരാമ ഭക്തനായിരുന്നു. അല്ലെങ്കിൽ സാരേ ജഹാംസെ വെച്ച് എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ പറയുന്നത് രാമൻ ഇമാമേ ഹിന്ദ്, ഇന്ത്യയുടെ തന്നെ ഒരു സ്പിരിച്വൽ ലീഡറോ സോഷ്യൽ ലീഡറോ എന്നൊക്കെയാണ്. ആ അർത്ഥത്തിൽ ശ്രീരാമ ജന്മഭൂമിയും ശ്രീരാമ ക്ഷേത്രവും ഒക്കെ വലിയൊരു സുപ്രീം കോടതിയിലടക്കം ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. ഞാൻ എന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസം തന്നെ ഞാൻ ബാബറി മസ്ജിദിന് പുതിയതായിട്ട് കിട്ടിയ സ്ഥലത്തും പോയി അവിടുത്തെ ആൾക്കാരെയും കണ്ടിരുന്നു. രാമക്ഷേത്രത്തിലും പോകാൻ ഭാഗ്യം ലഭിച്ചു. ഒരു വിശ്വാസിക്കും ഭക്തനും വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ്. പക്ഷെ നമ്മളിത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഈ വിഷയത്തിന്റെ സത്യവും മെറിറ്റും വെളിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, ഒരു കൺസ്ട്രക്റ്റീവ് സജഷനാണ്. നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ആശ്രമങ്ങൾക്കും എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഞങ്ങൾ വളരെ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷൻ ആയി വന്നത് എന്റെ ആപ്ലിക്കേഷനിൽ, എന്റെ ഡ്രൈവറിന്റെ പേരിൽ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷനിലാണ് ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരുന്നത്. അപ്പൊ ഭക്തർക്ക്, ആ ഡിനോമിനേഷനിൽ വിശ്വസിക്കുന്ന ഭക്തർക്ക് തങ്ങൾ കൊടുക്കുന്ന സംഭാവന, ദക്ഷിണ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ അമ്പലങ്ങളിൽ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ, ആശ്രമങ്ങളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ അതാത് വിശ്വാസികൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഇതൊരു പോസിറ്റീവ് സജഷനാണ്. ഈ വിഷയങ്ങളെ, സെൻസിറ്റീവായ വിഷയങ്ങളെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ എടുക്കുന്ന അർത്ഥമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്കത് BJP അറസ്റ്റിനോട് പ്രത്യേകിച്ച് യാതൊരു അനുഭാവവുമില്ല. പക്ഷേ ധർമ്മസ്ഥലയിലെ വിഷയം നമുക്കറിയാം. അതായത് നമ്മുടെ കർണാടകത്തിൽ സംഭവിച്ചത്. ഞാനടക്കം ഒരുപാട് പേർ ആദ്യഘട്ടത്തെ എടുത്തു ചാടിയതാ. പിന്നീട് അവിടുത്തെ ഹെഡ്ഗെ അടക്കമുള്ള ആൾക്കാരെ കരിവാരി തേക്കാനായിരുന്നു. 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നും ഒരുപാട് രീതിയിൽ വാർത്തകൾ